എന്താ ചേട്ടാ ഈ ബസ് ഇവിടെ ഇട്ടിരിക്കുന്നത്? ഇത് ബസ്സല്ല, ഇത് കാരവാനാണ്. കാരവാനാണ്? അതെ. നടന്മാരല്ലേ? നടന്മാരുടെ അല്ല, ഇത് ഗവൺമെന്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കാരവാൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കാരവാനാണ്. എല്ലാവർക്കും കയറാൻ പറ്റുമോ? ആ, കയറി കാണാം. ഇത് ടച്ച് സ്ക്രീനാണ്. ഈ സീറ്റ് നമുക്ക് പല മോഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാല് നീട്ടിയിരിക്കുക അല്ലേ? അതെ. അതുപോലെ പിന്നെ ഇത് മസാജിങ്ങും കൂൾ വെന്റിലേഷനും ഹീറ്റിങ്ങും എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് അവരുടെ ബെഡ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. മുതിർന്നവർക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ചിൽഡ്രൻസിനുമാണ്. ഒരു ഫാമിലിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റിൽ. ഒരു ഫാമിലി ഒരു ഇൻഡക്ഷൻ കുക്കറും ഓവനും ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിപ്പം നമുക്കൊരു അറൗണ്ട് 17,000 വരുന്ന ഒരു പാക്കേജായിട്ടാണ് നമുക്കുള്ളത്. നമ്മൾ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കാരവാൻ പാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടത്. അത് ഉടുമ്പൻചോലയിലായിട്ട്, മൂന്നാർ ഉടുമ്പൻചോലയിലായിട്ടാണ്. അവിടെ അപ്പം നമുക്ക് ഒരു ഫാമിലി അവിടെ എത്തുകയാണെങ്കിൽ അവിടെ ഇതിൽ സ്റ്റേ ചെയ്തുകൊണ്ട് അവർക്കൊരു റൈഡോട് ചേർന്ന് ഫുഡും ഒക്കെ അടക്കമുള്ള ഒരു പാക്കേജ് നമ്മൾ ചെയ്തേക്കുന്നത്. പവലിയനി കയറിയായിരുന്നു? ഇല്ല, കയറിയില്ല. എന്നാൽ അതുകൂടെ കയറി കണ്ടിട്ട് പോകും. നല്ല കാഴ്ചകളുണ്ട് അവിടെ. ശരി ശരി. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ഇടതുഭരണത്തിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ വരച്ചിട്ടിരിക്കുകയാണ്. റോഡ് വികസന മാതൃക കടന്നാണ് ഉള്ളിലേക്കുള്ള വഴി. കരിയർ ഗൈഡൻസ്, കാർഷിക പ്രദർശനം, സ്റ്റാർട്ടപ്പ് മിഷൻ, ശാസ്ത്ര സാങ്കേതിക പ്രദർശനം, സ്കൂൾ മാർക്കറ്റ്, കായിക വിനോദ പരിപാടികളും കോർത്തിണക്കിയിട്ടുണ്ട്. മറ്റൊരു കോണിൽ പോലീസ് സ്റ്റേഷനും ലോക്കപ്പുമുണ്ട്. താല്പര്യമുള്ളവർക്ക് ലോക്കപ്പിൽ കിടക്കാം, ഫോട്ടോകൾ എടുക്കാം, അന്വേഷണ ഉദ്യോഗസ്ഥരായി സ്വയം മാറുകയുമാകാം. കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കയറുന്നത്, അതുകൊണ്ട് അതിനായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ. ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ നമ്മൾ സിനിമകളിലൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ ഈ സെല്ലൊക്കെ. അപ്പോൾ അതൊരു കൗതുകം തോന്നി ഉള്ളിൽ കയറിയതാണ്. കയറിയിട്ട് ആദ്യം ഒരു പേടി തോന്നിയെങ്കിലും പിന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു. ഓൺലൈൻ സേവനമൊരുക്കി അക്ഷയയുണ്ട്. കേരള സ്റ്റേറ്റ് IT മിഷൻ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക്. മൊബൈൽ അപ്ഡേഷനുണ്ട്, ആധാർ, മറ്റ് അപ്ഡേഷനുകളെല്ലാം ഉണ്ട്. പിന്നെ 18+, 18 വയസ്സിന് മേലുള്ള ആൾക്കാർക്കുള്ള ആധാരം എടുക്കുന്നുണ്ട്. കൗശലം നിറച്ച വിനോദ പരിപാടികളും മത്സരങ്ങളുമുണ്ട്. ഗോളടിക്കുകയും ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യുകയുമാകാം. കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ വിജയികളെ കാത്തിരിക്കുന്നു. മൊത്തത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് മുഴുവൻ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഓരോ സ്റ്റാളിലുള്ള ഗെയിംസ് ആണെങ്കിലും എല്ലാം വളരെ അടിപൊളിയായിട്ടുണ്ട്. ഓരോ ഗെയിംസിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സമ്മാനമൊക്കെ തരുന്നതുകൊണ്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുക നമ്മൾ ഓരോ ഇതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സിനിമാ തിയേറ്ററുമുണ്ട്. വിവിധ കാലങ്ങളെ ഹരം കൊള്ളിച്ച തിരഞ്ഞെടുത്ത മലയാള ചിത്രങ്ങൾ ഇവിടെ വെള്ളിത്തിരയിലെത്തും. രുചിക്കൂട്ടൊരുക്കുന്ന കുടുംബശ്രീ മെഗാ ഭക്ഷ്യമേളയ്ക്ക് പ്രത്യേക ഇടം തന്നെയുണ്ട്. 250 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ആകെ 71,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ശീതീകരിച്ച പവലിയനാണ് മേളയ്ക്കുള്ളത്. തീരുന്നില്ല. വൈകുന്നേരങ്ങളിൽ ആകർഷക കലാപരിപാടികളുണ്ട്. മനോഹരങ്ങളായിട്ടുള്ള കലാപരിപാടികൾ എല്ലാ ദിവസവും വൈകുന്നേരമുണ്ട്. ഒരു പാസും ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും സ്വാഗതം. ഫുഡ് സ്റ്റാളുകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവധിക്കാലമാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടി ഇവിടെ എത്തി ഇതെല്ലാം കണ്ട് ആസ്വദിച്ച്, നല്ല കലാവിരുന്നും ആസ്വദിച്ച്, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ പോകാൻ പത്തനംതിട്ടയിലൊരു അവസരം. അതാണ് എൻ്റെ കേരളം. എല്ലാവരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശബരിമല ഇടത്താവളത്തിൽ ക്രമീകരിച്ചിട്ടുള്ള പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.